ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ടത്തീയൽ. അതിനായി നമുക്ക് 5 മുട്ട എടുക്കാം. അതിനായി 2 കിഴങ്ങ് പുഴുങ്ങിയെടുത്തത്, 1/2 കപ്പ് തേങ്ങ, 4 സവോള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും, 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില. നമുക്കിനി അടുപ്പ് കത്തിക്കാം. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അന്നേരം മൊരിഞ്ഞു വരത്തുള്ളൂ. മൊരിഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതായിരിക്കും, കളർ ബ്രൗൺ കളറായിരിക്കും. നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മസാല. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ആയിരിക്കണം. ഇത് നല്ലതായിട്ട് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചു കൊണ്ടുവരാം. വാട്ടിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വാടുന്നത് വരെ, നന്നായിട്ട് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. സവോള നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അരപ്പ് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇനി മുട്ടയിട്ട് കൊടുക്കാം. മുട്ട ഇങ്ങനെ മുറിച്ചിട്ട് വേണം ഇടാൻ, എന്നാലേ അരപ്പ് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. വേവിച്ച് വെച്ച കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കിഴങ്ങിടുമ്പോഴാണ് ഒരു കൊഴുപ്പ് വരുന്നത്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. തീ കുറച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് മൂടി വെച്ചേക്കാം. നമ്മുടെ മുട്ടത്തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മുട്ടക്കറി നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.